അതെ നിഷാദ്, എന്തായാലും കർശനമായ ജാമ്യ വ്യവസ്ഥകളാണ് രാഹുലിനുള്ളത്. അതായത് അദ്ദേഹത്തിന് കേരളം വിട്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല. ഇത് കൂടാതെ തന്നെ അദ്ദേഹത്തെ ഇനി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾ ജാമ്യം 1 ലക്ഷം രൂപ കെട്ടിവെച്ചുള്ള ആൾ ജാമ്യത്തിലായിരിക്കും അദ്ദേഹം വെറുതെ ജാമ്യം നൽകേണ്ടത്. ഇത് കൂടാതെ തന്നെ പാസ്പോർട്ടും മൊബൈൽ ഫോണും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഹാജരാക്കേണ്ടതുണ്ട്. എന്തായാലും കർശനമായ ജാമ്യ വ്യവസ്ഥകളാണ് ഈ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ 16-ാം തീയതി മുതൽ 3 ദിവസം അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. എന്തായാലും അറസ്റ്റാണ് ഇപ്പോൾ നിലവിൽ തടഞ്ഞിട്ടുള്ളത്. അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം മാത്രമാണ്. പക്ഷേ ഈ കേസിന്റെ കൂടുതൽ അന്വേഷണത്തിനായി ഈ മാസം 16 മുതൽ 3 ദിവസം ഇത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് കേരളം വിട്ടു പോകാനുള്ള അനുമതിയില്ല. പാസ്പോർട്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ. മുൻപ് പല കേസുകളിലായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ രാഹുൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തുറക്കാനൊക്കെ വിസമ്മതിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടി ഈ കേസിൽ സാധ്യമല്ല. കാരണം ഫോണും അതുപോലെ തന്നെ പാസ്പോർട്ടും എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു അറസ്റ്റിലോട്ട് നീങ്ങുകയാണെങ്കിൽ ജാമ്യ വ്യവസ്ഥയും 1 ലക്ഷം രൂപ കെട്ടിവെച്ചുകൊണ്ടുള്ള 2 ആൾ ജാമ്യത്തിലും അദ്ദേഹത്തിന് ജാമ്യ വ്യവസ്ഥയും ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും കർശനമായ നിർദ്ദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മാസം 16 മുതൽ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് 1-ാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഹാജരാക്കി ശരി. എന്തായാലും വളരെ കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകുമ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നത് കാണേണ്ട കാര്യമാണ്. ഈ മാസം 16 മുതൽ എന്ന് വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്നതാണ് ഒരു വ്യവസ്ഥ. അത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഫോൺ എന്ന് പറയുന്ന സംഗതി പോലീസിന് കൈമാറണം, വിശദമായി പരിശോധിക്കാൻ പോലീസിന് കൈമാറണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഫോൺ കൊടുക്കുമോ, ഒറിജിനൽ ഫോൺ കൊടുക്കുമോ എന്ന ക്വസ്റ്റ്യനൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും ഫോൺ കൈമാറണം എന്ന കർശനമായ നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തോട് പൊളിറ്റീഷ്യനൊക്കെയാണ്, പക്ഷേ കേരളം വിട്ടുപോകാൻ പാടില്ല, നാട് വിട്ടു പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരാതിക്കാരിയുടെ പരാതിയിന്മേൽ നൽകിയിട്ടുള്ള ജാമ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ കുറ്റമുക്തിയുടെ ലക്ഷണമായിട്ടൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയേക്കാം. പക്ഷെ അങ്ങനല്ല, ഈ അന്വേഷണം വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് കോടതി കാണുന്നു. തെളിവ് നശിപ്പിക്കാനോ രക്ഷപ്പെടാനോ ഒക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കേരളം വിടരുത്, ഇന്ത്യ വിടാൻ ഒട്ടുമേ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഒരുപക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള ക്രൈമുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുള്ള സാധനം അദ്ദേഹത്തിൻ്റെ ഫോണാണ്. അത് സബ്മിറ്റ് ചെയ്യണമെന്ന് കൂടി കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്താൽ 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നാണ് കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ 1-ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് മേലെ കർശനമായ വ്യവസ്ഥകൾ ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. ഈ മാസം 16 മുതൽ 3 ദിവസത്തേക്ക് കോടതിയിൽ ഹാജരായിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പായി ഹാജരായി ഒപ്പിട്ട് പോകണം, ഫോൺ ഹാജരാക്കണം, കേരളം വിട്ടു പോകരുത്, പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും വ്യവസ്ഥകൾ അങ്ങേയറ്റം കർക്കശമാണ് എന്നത് പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ്. ഗോപിക കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. ഗോപിക, ജാമ്യ വ്യവസ്ഥയുടെ വിശദാംശം വന്നു കഴിഞ്ഞോ?